നെക്സ്റ്റ് സെറ്റ് ഓഫ് സ്റ്റുഡൻസ് നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കിയേക്കാം എക്സാം എങ്ങനെയുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം ബാലൻസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു എല്ലാത്തുനിന്നും. കെമിസ്ട്രിയും അത്യാവശ്യം സിമ്പിളായിരുന്നു, സിമ്പിളും അത്യാവശ്യം മോഡറേറ്റ്, പിന്നെ ഫിസിക്സും അതേപോലെ തന്നെ ഓക്കെ, ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, നമ്മൾ ടൈം ലിമിറ്റിലൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുമോ? ഞാൻ പിന്നെ നീറ്റ് ആയതുകൊണ്ട് മാത്സ് വഴി ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എളുപ്പമായിട്ട് ചെയ്യായിരുന്നു. സെക്ഷൻ ബി എന്നൊക്കെ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു എക്സാം എഴുതുമ്പോൾ? ഫിസിക്സും കെമിസ്ട്രിയും കൂടുതലൊക്കെ ഫോക്കസ് ചെയ്തു. മാത്സ് പിന്നെ സമയമുള്ളപ്പം ഞങ്ങൾ പറ്റുമെങ്കിൽ നോക്കി. കുറച്ചൊക്കെ നേരത്തെ പഠിച്ചുകൊണ്ട് അത്ര ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു ടോപ്പിക്സ് ഒക്കെ. പിന്നെ ഫിസിക്സും കെമിസ്ട്രി കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഫിസിക്സിൽ ഏതൊക്കെ ടോപ്പിക്സ് കൂടുതലും ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റും? ഫിസിക്സ് എനിക്ക് തോന്നിയത് റേ ഒപ്റ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അങ്ങനെ ഏതൊക്കെയാണ് അങ്ങനെ അറിയത്തില്ല. പക്ഷേ എല്ലാം തന്നെ അത്യാവശ്യം കുറേ ഉണ്ട്. മൂവിങ് ചാർജസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തോന്നി. കെമിസ്ട്രിന്ന് ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ടായിരുന്നു? കെമിസ്ട്രിന്ന് നല്ല ക്വസ്റ്റ്യൻസ്, കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻ്റെ സെക്ഷൻ ബിയിൽ ബേസിക് കോൺസെപ്റ്റ്സിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഓർഗാനിക്കിന് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും നമ്മുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏകദേശം ആ ലെവലൊക്കെ ഭയങ്കര പാടൊന്നുമായിരുന്നു. നമുക്ക് ചെയ്താൽ കിട്ടാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ആ കോൺസെപ്റ്റ് അറിവുണ്ടെങ്കിൽ നമുക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നു. ഫിസിക്സും അത്യാവശ്യം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പും ഉണ്ടായിരുന്നു, കോൺസെപ്റ്റുവൽ കുറേ അത്യാവശ്യം ന്യൂമറിക്കലും ഉണ്ടായിരുന്നു. കെമിസ്ട്രി അങ്ങനെയായിരുന്നു, ഫിസിക്കലും ഓർഗാനിക് ഇൻഓർഗാനിക്കും എല്ലാം അത്യാവശ്യം ബാലൻസ്ഡ് ഒക്കെ ആയിരുന്നു. ഒരു അത്യാവശ്യം മോഡറേറ്റ് ബാലൻസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പറയാം. ഓക്കെ, ബ്രില്യൻറ്റിലെ പ്രിപ്പറേഷൻ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ എക്സാമിന് കയറുമ്പം നമ്മളിപ്പോൾ ഓൾറെഡി കുറേ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലേ, അപ്പം നമുക്ക് എക്സാമിന് കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പേടി കാര്യങ്ങൾ, അങ്ങനെ ഒരു ഫെയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, പേടിയില്ല. ഒരു 5 മിനിറ്റ് മുമ്പ് എല്ലാം എഴുതി സെറ്റ് ആവാനുള്ള ഒരു പ്രിപ്പറേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് ബ്രില്യൻറ്റിൽ നടന്ന് നമ്മുടെ എക്സാംസിനൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണെന്ന് പറയാൻ വേണ്ടി പറ്റും? ബ്രില്യൻസിന് എക്സാം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ല, കുഴപ്പമില്ല, സുഖമായിട്ട്. അങ്ങനെ ബ്രില്യൻറ്റിൽ എക്സാം ആയിരുന്നു പാടായിട്ടുണ്ടായിരുന്നത്? നമ്മുടെ എക്സാംസ് ആയിരുന്നു, അത് അറ്റൻഡ് ചെയ്തതുകൊണ്ട് ഇത് എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.